ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു അച്ചാർ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ ഒരു ഇണ്ണിത്തണ്ടൊക്കെ ശരിയാക്കി വെച്ചിരുന്നു. അതിൻ്റെ പകുതി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കുകയാണ്. അതിൻ്റെ നൂലൊക്കെ ഒന്ന് എടുത്ത് നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നൂലും എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വീടിൻ്റെ മുകളിൽ കുറച്ച് ചീനമുളക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വൈലറ്റും ചുവപ്പും കളർഫുള്ളായിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും. ഇങ്ങനെ ചീനമുളക് 2 തരം കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസിൻ്റെ ജാർ എടുത്ത് നന്നായി കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിലാണ് ഇട്ട് വെക്കുന്നത്. ജാറിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ച് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി തിളപ്പിച്ചാറിയിട്ടുണ്ട്. അതൊന്ന് ആറിയതിന് ശേഷമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചീനമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇണ്ണിത്തണ്ടും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പെട്ടെന്നാവും. ഇണ്ണിത്തണ്ടിലൊക്കെ പെട്ടെന്ന് ഉപ്പും പുളിയും പിടിക്കുമല്ലോ. അതിൻ്റെ ഇണ്ണിത്തണ്ടൊക്കെ ഇട്ടതിന് ശേഷം പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് നമ്മൾ ഒരു മാസമോ എത്ര വേണമെങ്കിലും എടുത്ത് വെക്കാം കേട്ടോ. ഒരു കേടും വരാതെ തന്നെ നമുക്കിത് പെട്ടെന്ന് ഇത് കിട്ടാത്ത സമയങ്ങളിലൊക്കെ നമുക്കിത് അച്ചാറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ പലതരം കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കാം അതുകൊണ്ട്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.